ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് സ്ക്രീന് കാണുമ്പോൾ തന്നെ എനിക്കൊരു ബോധ്യം വന്നിട്ടുണ്ടാവും. എന്താണത്? ഓക്കെ, എന്താണെന്ന് ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്നാലും ഞാനൊരു ചടങ്ങാണ് നൽകിയ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണെന്നുള്ളത് നമ്മുടെ ഫിസിക്സിൻ്റെ അഥവാ 10th ഫിസിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇറ്റ് ഈസ് ട്രാൻസ്ഫോമർ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ട്രാൻസ്ഫോമറിൻ്റെ കൂടെ ആരാണ് നമ്മുടെ ചക്കിക്കൊത്ത ചങ്കൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ട്രാൻസ്ഫോമറിൻ്റെ കൂടെ ഒരാളുണ്ട്. എന്താണത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തൊക്കെയാണ് ട്രാൻസ്ഫോമറോടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇടാനുള്ള കാരണം? ഒരു കാര്യമില്ല, അപ്പോൾ എനിക്ക് അവിടെ കൊണ്ടുവിടാൻ തലക്കോളൊന്നുമില്ലല്ലോ. ഓക്കെ, ട്രാൻസ്ഫോമറിൻ്റെ കൂടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമറും മ്യൂച്വൽ ഇൻഡക്ഷൻ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്തേ കാരണം? യെസ്, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു തിയറി വർക്ക് ചെയ്യണം, ഫിസിക്സിലൊരു തിയറി വർക്ക് ചെയ്യണം. ആൻഡ് ദാറ്റ് തിയറി ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം. ആ ചാപ്റ്ററിൻ്റെ പേരെന്നതാ, വൈദ്യുത കാന്തിക പ്രേരണം. ഈ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാന്തിക മണ്ഡലം മാറിയാൽ അവിടെ ഒരു EMF ഉണ്ടാവും. എന്ത് കാന്തിക മണ്ഡലം? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലം മാറിക്കഴിഞ്ഞാൽ, ഒരു ചാലകം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ചാലകമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലം കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാവും കാന്തിക മണ്ഡലം ഉണ്ടാവും, നമുക്കറിയാം. അപ്പോൾ ഈ കാന്തിക മണ്ഡലം മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞത്? ഒരു EMF പ്രേരിതമാകും. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി പോയി നോക്കാം. ഓക്കെ, എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ? യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറിയിലെ എവിടുത്തെയാണ്? പ്രൈമറിയിലെ കാന്തിക മണ്ഡലത്തിന് മാറ്റം മൂലം സെക്കൻഡറിയിൽ ഒരു EMF ഉണ്ടാകുന്നു. മീൻസ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് വിത്ത് ദ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാകും. ഇതാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി? ഓക്കെ, അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു EMF ഉണ്ടാകും. ഇപ്പോൾ നോക്കിക്കോ, എൻ്റെ കയ്യിൽ ഒരു ചുറ്റുണ്ട്. ഈ ചുറ്റിൻ്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ദിസ് ഇസ് സോളിനോയിഡ്. ഓക്കെ, ഈ സോളിനോയിഡിനെ ഞാൻ പ്രൈമറി എന്ന് വിളിച്ചു. ആൻഡ് എൻ്റെ കയ്യിൽ മറ്റൊരു ചുറ്റും കൂടി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. എനിക്കത് തോന്നിയ പോലെ വിളിക്കാൻ പറ്റുമോ ഇത് പ്രൈമറി ആണ് സെക്കൻഡറി ആണെന്നുള്ളത്? ഇല്ല. ആർക്കാണോ ഞാൻ കറണ്ടിനെ കൊടുക്കുന്നത് ആ കോയിലിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി കോയിൽ. ആൻഡ് ആരിലാണോ EMF ഉണ്ടാകുന്നത്, ആൻഡ് ദാറ്റ് കോയിൽ ഈസ് കോൾഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി കോയിലിൽ എന്ത് ചെയ്യാണ്? കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഏത് കറണ്ടാണ് കൊടുത്തിട്ടുള്ളത്? AC കറണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ AC കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഇതിന് ചുറ്റുപുറം എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു കോയിലിന് ചുറ്റുഭാഗത്ത് നിന്നുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ AC കറണ്ട് നമുക്കറിയാം. AC കറണ്ട് എങ്ങനത്തെ കറണ്ടാണ്? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. അപ്പോൾ AC കറണ്ട് ഇങ്ങനെ മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇരിക്കണ നമ്മുടെ സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാകും. ആൻഡ് ദാറ്റ് EMF ഈസ് കോൾഡ്, ആ EMF നമ്മളൊരു പേര് വിളിക്കും. എന്താണ് ആ EMFൻ്റെ പേര്? ഇൻഡ്യൂസ്ഡ് EMF. എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രേരിത വൈദ്യുതി. ഓക്കെ, അപ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ ബൾബ് എന്ത് ചെയ്യും? ഒന്ന് പ്രകാശിക്കും, ഒന്ന് ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ AC കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടിന്യൂസ്ലി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാറും. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഇവിടെ കണ്ടിന്യൂസ് ആയി കണ്ട് ഈ ബൾബ് കത്തും. DC കൊടുത്താലും മക്കളെ, DC കൊടുത്തു, ഞാൻ ഇത് കാരണം DC കൊടുത്തു. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഈ ബൾബിന് പ്രകാശം സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ബൾബ് കത്തുള്ളൂ. അതർവൈസ് എന്ത് ചെയ്യില്ല? അത് കത്തൂല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ACക്കും DCക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ AC എന്താണ്? ACയുടെ ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. DCയുടെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ് അല്ലേ? ACയുടെ ഗ്രാഫ് എന്താ? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. DCയുടെ ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ഗ്രാഫാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ACക്ക് ഇവിടെ കറണ്ട് ഇങ്ങനെ മാറുമ്പോൾ, അല്ലെങ്കിൽ EMFൻ്റെ അളവ് ഇങ്ങനെ മാറുമ്പോൾ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യും? കാന്തിക മണ്ഡലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കണ്ടിന്യൂസ് ആയിക്കാണ്ട് ഗ്ലോ ഉണ്ടാവും. ഓക്കെ, DCക്ക് ഇവിടെ എന്ത് ചെയ്യില്ല? കറണ്ട് മാറില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല? അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യില്ല? മാറില്ല. മാഗ്നറ്റിക് ഫീൽഡ് മാറിയാലേ പിന്നെ ഇവിടെ ഉണ്ടാവോ? EMF ഉണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? കാന്തിക മണ്ഡലത്തിൽ എന്ത് വേണം? കാന്തിക മണ്ഡലത്തിന് മാറ്റം സംഭവിപ്പിക്കണം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ACക്കാണ് എന്തിനുള്ള കഴിവ്? കാന്തിക മണ്ഡലം മാറ്റാനുള്ള കഴിവ്. ഓക്കെ, DCക്ക് എന്തില്ല? DCക്ക് അതിനുള്ള കഴിവ് ഇല്ല. കഴിവ് കെട്ടവനാണ്, കഴിവ് ഇല്ല.
കഴിവെന്തില്ല ഇല്ല. ഡി സി അതിനുള്ള കഴിവില്ല, അവൻ കഴിവിട്ടവനാ. എത്ര നോക്കാം, ഡി സിക്ക് അതിനുള്ള കഴിവില്ല. കാരണം ഡി സിയിൽ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് മാറില്ല, അല്ലെങ്കിൽ EMFൻ്റെ അളവ് മാറുന്നില്ല. ഇങ്ങനെ മാറിയാലല്ലേ ഇത് മാറുള്ളൂ, അപ്പോൾ അത് മാറുന്നില്ല. ഓക്കെ, ഡി സിക്ക് എന്തിനുള്ള കഴിവില്ല, വെറും കഴിവില്ല കേട്ടോ. കാന്തിക മണ്ഡലം മാറ്റാനുള്ള കഴിവ് ആർക്കില്ല, ഡി സിക്ക് ഇല്ല. ആർക്കേ ഉള്ളൂ, AC-ക്കേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷനെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണത്? യെസ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ. ആരാടാ? ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ എന്താ ട്രാൻസ്ഫോമർ ശരിക്കും ചെയ്യണത്? നമ്മൾ പഠിച്ച പോലെ വോൾട്ടേജ് കൂട്ടാനും കുറക്കാനുള്ളതാണോ ശരിക്കും ട്രാൻസ്ഫോമർ? അതല്ല. വോൾട്ടേജ് കൂട്ടും കുറക്കൊക്കെ ചെയ്യും. ഇതെന്തിനു വേണ്ടിയിട്ട് ചെയ്യണത്? എന്തിനു വേണ്ടിയിട്ട് ചെയ്യണത്? ഇവിടെ നോക്കുക, ഊർജ്ജ നഷ്ടമില്ലാതെ, എന്തില്ലാതെ? വിതൗട്ട് എനി പവർ ലോസ്. പവർ ലോസ് എന്ന് പറഞ്ഞ സാധനം ഒന്നുമില്ല. അതില്ലാതെ എന്ത് ചെയ്യണം? കറണ്ടിന് ഒരു ഭാഗത്ത് നിർത്താൻ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കണം. മീൻസ് ഇവിടെ നിർത്തുകയാണ് മറ്റൊരു ഭാഗത്തേക്ക് പ്രസരണം സംഭവിക്കണം, അതായത് ട്രാൻസ്മിഷൻ നടത്തണം. കറണ്ടിനെ ട്രാൻസ്മിഷൻ നടത്തണം. നമുക്കറിയാം H=I²RT. ഒരു ചാലകത്തിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ടാവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് അവിടെ തന്നെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം കുറക്കാൻ വേണ്ടി പറ്റും. പ്രസരണ നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്യണ്ടോ, കാരണം എക്സാമിനൊക്കെ എന്ത് ചെയ്യും, ഇതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. എന്തിനാണ് പ്രസരണ നഷ്ടം കുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേരെന്താ, അല്ലെങ്കിൽ ഡിവൈസിൻ്റെ പേരെന്ത്? എന്താണത്? ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞു ഊർജ്ജ നഷ്ടമില്ലാതെ, അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടം ലഘൂകരിച്ച് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തുന്ന ആളാണ് ട്രാൻസ്ഫോമറാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നോക്കിക്കോ, വോൾട്ടേജിനെ കൂട്ടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ആള് കുറക്കും. വോൾട്ടേജിനെ കൂട്ടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കുറക്കും. അതുപോലെ തന്നെ വോൾട്ടേജിനെ കുറക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂട്ടും. ഓക്കെ, വോൾട്ടേജിനെ കൂട്ടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കുറക്കും. വോൾട്ടേജിനെ കുറക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ അവിടെ നോക്കാം, വോൾട്ടേജിനെ കൂട്ടി, വോൾട്ടേജിന് ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തു? കൂട്ടി. ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കൊടുത്തു. ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തു? അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തു. അങ്ങനെ വോൾട്ടേജിന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് അപ്പ് ചെയ്ത് കൊടുത്തു. മീൻസ് എടുക്കുന്ന പേരെന്ത് കാരണം ഈസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് അപ്പ്. എന്താണ് സ്റ്റെപ്പ് അപ്പ്? അപ്പോൾ അതെന്ത് കാരണം ഇവിടെ നോക്കുക, വോൾട്ടേജിൻ്റെ ഒരു സ്റ്റെപ്പ് താത്തി, വോൾട്ടേജ് എന്ത് ചെയ്തു? ഒരു സ്റ്റെപ്പ് അടിയിക്ക് ഇരുത്തി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ വോൾട്ടേജിനെ കൂട്ടുന്ന ആളാണ് ആര്? സ്റ്റെപ്പ് അപ്പ്. വോൾട്ടേജിനെ കുറക്കുന്ന ആളാണ് ആര്? സ്റ്റെപ്പ് ഡൗൺ. നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് മനസ്സിലായി. ഒന്ന് വോൾട്ടേജിനെ കൂട്ടുന്ന സ്റ്റെപ്പ് അപ്പും, മറ്റൊന്ന് വോൾട്ടേജിനെ കുറക്കുന്ന സ്റ്റെപ്പ് ഡൗണും. എന്താ ഇപ്പോൾ അതുകൊണ്ടുള്ള ഗുണം? വോൾട്ടേജിനെ കൂട്ടുന്നു, മറ്റു ഭാഗത്ത് വോൾട്ടേജിനെ കുറക്കുന്നു. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലേ. വോൾട്ടേജിനെ കൂട്ടുന്ന സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ഇവിടെ പൊതുവേ ഉപയോഗിക്കുക നമ്മൾ പൊതുവേ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് എവിടെയാണ്? പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിലെ AC സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഡൗണോ? സ്റ്റെപ്പ് ഡൗൺ ഒരു കാര്യം ഉപയോഗിക്കുക, വിതരണ ട്രാൻസ്ഫോമർ. ഓക്കെ, അല്ലെങ്കിൽ എന്താ വിതരണ ട്രാൻസ്ഫോമർ ഇംഗ്ലീഷ് എന്ത് തരാം? ഓക്കെ, വേണ്ടാവും വിതരണ ട്രാൻസ്ഫോമർ. ഓക്കെ, സോ വിതരണ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഭാഗത്താണ് ഇത് ഉപയോഗിക്കുക. ഈ എക്സാമിന് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി, ഇതാണ് വോൾട്ടേജിനെ കൂട്ടുന്ന ആളാണ് ആര്? സ്റ്റെപ്പ് അപ്പ്. വോൾട്ടേജിനെ കുറക്കുന്ന ആളാണ് ആര്? സ്റ്റെപ്പ് ഡൗൺ. ഇത് രണ്ടുമല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണതാണ് എക്സാമിന്. എന്താണ് ഇവർ തമ്മിലുള്ള ഘടനാപരമായിട്ടുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ വേരിയേഷൻസ്? അതെങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കണേ നമുക്കൊരു ബേസിക് സ്ട്രക്ചർ വേണം. നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയ ബേസിക് സ്ട്രക്ചർ ഓർമ്മയിൽ വരണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കുണ്ടോ? ഉണ്ട്. ഇതാണ് ആ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, നമുക്ക് നോക്കിക്കോളാം. ഈ ഒരു ഒറ്റ പിക്ചർ വെച്ച് നമുക്ക് സ്റ്റെപ്പ് അപ്പും പഠിക്കാം, സ്റ്റെപ്പ് ഡൗണും പഠിക്കാം. സ്റ്റെപ്പ് അപ്പും കിട്ടും, സ്റ്റെപ്പ് ഡൗണും കിട്ടും. ഒറ്റ പിക്ചർ മതി. എങ്ങനെ നോക്കിക്കോട്ടോ? നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് സ്ട്രക്ചർ. ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ബോധ ബോഡീസ്. ഓക്കെ, നമുക്കിത് മാത്രം നോക്കിയാൽ മതി. ഇതുവരെ നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുള്ളത് ചെയ്താൽ നമ്മളല്ലേ നമ്മളെ ബാലരമ്പിലും കളിക്കുടുക്കിലും കാണല്ലേ എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാന്നുള്ളത്. രണ്ട് പിക്ചറൊക്കെ നിന്നാണ് എല്ലാ വ്യത്യാസങ്ങളും മനസ്സിലാക്കാന്നുള്ളത്. അതേപോലെ ഈ രണ്ട് ഭാഗം, ഇതൊരു പിക്ചറാണ്, ഇതൊരു പിക്ചറാണ്. ഓക്കെ, ഞാൻ ഇതിന് വിളിക്കുന്ന പേരാണ് 1 അഥവാ പ്രൈം. തൽക്കാലം നമുക്ക് അതിനൊന്നും വിളിക്കണ്ട, അവിടെ പോട്ടെ, ഒന്നും വിളിക്കണ്ട. ഓക്കെ, തൽക്കാലം എന്ത് ചെയ്യുക? ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നോട്ടടാ. ഓക്കെ, തൽക്കാലം ഈ ഫിഗർ നോക്കാം. എന്നിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഭാഗത്തും എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കടാ, ഇവിടെ ചുറ്റുകളുടെ എണ്ണത്തിന് ഞാൻ എന്ത് ചെയ്തു? N എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചുറ്റുകളുടെ എണ്ണം എന്താണ്? കുറവാണ്. ഈ ഭാഗത്തോ ചുറ്റുകളുടെ എണ്ണം എന്താണ്? കൂടുതലാണ്. ഓഫ് കോഴ്സ് കണ്ടാൽ മനസ്സിലാവില്ലേ? നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി വരും. ഇവിടെ കുറച്ച് കനം കൂടുതലാണ്. ഓക്കെ, എനിക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് കനം കൂടുതലാണ്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യും? തിക്നെസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? കനം ഇവിടെ
കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്തേക്കാരം കനം കുറവാണ്. എന്തിൻ്റെ കനമാണ് ഈ പറയണത്? ചുറ്റുകളുടെ കനം കേട്ടോ, വേറെ ഒന്നല്ല. ഓക്കെ, ഈ ഒരു ചുറ്റുകളുടെ കനമാണ്, ഈ സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ കനമാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് തിക്നെസ്. ഓക്കെ, അതിൻ്റെ തിക്നെസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിക്നെസ് ഇവിടെ കൂടുതലാണ്, അവിടെ കുറവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു തിക്നെസ് കൂടിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ കനം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിൻ്റെ കറണ്ട് കുറയും. എന്താണ് കറണ്ട് കുറയാനുള്ള? കറണ്ട് കൂടും. അതിൻ്റെ കാരണം കൂടുന്നത് പ്രതിരോധം കുറയും. പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ സൈഡിൽ എന്തായിരിക്കും? കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഓഫ് കോഴ്സ് നേരെ ഓപ്പോസിറ്റ്, കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. കറണ്ട് ഓഫ് കോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് കറണ്ട് കുറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവിടെ കറണ്ട് കുറവാണ്, അപ്പോൾ ഇങ്ങനത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, സോറി കറണ്ട് കൂടുതലാണ്, ഇവിടെ കുറവാട്ടോ. ഇവിടെ എന്താണ്? കുറവാണ്. ഇവിടെ നോക്കുക, കറണ്ട് കൂടിയാൽ വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കറണ്ട് കുറഞ്ഞാലോ വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഒരു കുറഞ്ഞ വോൾട്ടേജിന് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു കൂടിയ വോൾട്ടേജിന് കിട്ടി അല്ലേ? ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്, ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഇനി പഠിച്ചോ, എങ്ങനെയാണ് പഠിക്കാന്നുള്ളത് കേട്ടോ. മെത്തേഡ് നോക്കിക്കോ, സിമ്പിളാണ്. എവിടത്? ഓക്കെ, ഈ സാധനം പ്രൈമറിയും അഥവാ ഈ സൈഡ് പ്രൈമറിയും ഈ സൈഡ് സെക്കൻഡറിയും ആയി എടുത്താൽ, ഈ ഭാഗം പ്രൈമറിയും ഈ ഭാഗം സെക്കൻഡറിയുമായി എടുത്താൽ ദാറ്റ്സ് കോൾഡ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇത് പ്രൈമറിയും അത് സെക്കൻഡറിയുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, എന്താ അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ വരിക? ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഡൗൺ വരിക? ഇവിടെ നോക്കിക്കോ, ഇത് പ്രൈമറിയും ഇത് സെക്കൻഡറിയുമായിട്ട് എടുത്താൽ ദാറ്റ്സ് കോൾഡ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പ്രൈമറി ടു സെക്കൻഡറി, ഇവിടുന്ന് അങ്ങോട്ടേക്ക്, ഇത് പ്രൈമറിയും അത് സെക്കൻഡറിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നേരെ ഓപ്പോസിറ്റ്, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, അത് പ്രൈമറിയും ഇത് സെക്കൻഡറിയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതാണെന്ത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി പറ്റും. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് അപ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നിങ്ങൾ സ്റ്റെപ്പ് ഡൗൺ ആദ്യം തിരിച്ചുണ്ടാക്കിയാൽ മതി. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മക്കളെ, നമുക്കൊന്ന് സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറിയെ ബേസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഈ സെക്കൻഡറിയെ മാത്രം ബേസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ സെക്കൻഡറിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ആരെക്കൂടെ സംസാരിക്കുന്നത് സ്റ്റെപ്പ് അപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റെപ്പ് അപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൈമറിയും ഇതാണെന്ത്? സെക്കൻഡറി. ഞാൻ ആരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്? സ്റ്റെപ്പ് അപ്പിൻ്റെ സെക്കൻഡറിയെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അവിടെ നോക്കുന്ന സമയത്ത് സെക്കൻഡറിയിലെ അഥവാ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ആണോ? ആണ്. കണ്ടാൽ മനസ്സിലാവില്ല, നമ്മൾ ഏകദേശം ആണല്ലോ. രണ്ടാമത്തത് സെക്കൻഡറി അല്ലെങ്കിൽ സ്റ്റെപ്പപ്പിൻ്റെ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ കനം പ്രൈമറിയിൽ ഉള്ളതിനേക്കാൾ കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞൂടെ? സ്റ്റെപ്പപ്പിൻ്റെ സെക്കൻഡറിയിലെ കറൻറ്റ് പ്രൈമറിയെ അപേക്ഷിച്ച് കുറവാണ്. സ്റ്റെപ്പപ്പിൻ്റെ സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയെ അപേക്ഷിച്ച് കൂടുതലാണ്. കിട്ടിയോ? ഇത്രേ ഉള്ളൂ. നമ്മൾ ഇയാളെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി, കൺഫ്യൂസിങ് ആവില്ല. ഓക്കെ, ഇനി അങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എക്സാമിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ നോക്കിക്കോ, അവിടെ നോക്കുന്ന സമയത്ത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും സാർ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വായിച്ചു കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി പ്രൈമറി. പ്രൈമറിയേക്കാൾ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിൽ എന്താണ്? കൂടുതലാണ്. നമ്മൾ അതിനെങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് NS ഗ്രേറ്റർ ദാൻ NP. ആരാ? സ്റ്റെപ്പ് അപ്പാ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ എന്തായിക്കാരം? NS ലെസ് ദാൻ NP. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ചുറ്റുകളുടെ കനം പ്രൈമറിയിൽ ഉള്ളതിനേക്ക് എന്താണ്? കുറവാണ്. പ്രൈമറിയിൽ സെക്കൻഡറിൽ എന്താണ്? ചുറ്റുകളുടെ കനം കുറവാണ്. ആർക്കാണ്? സ്റ്റെപ്പ് അപ്പിന്. സ്റ്റെപ്പ് ഡൗൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി പ്രൈമറി. എന്താണ് ഉദ്ദേശിക്കുന്നത്? VS ഗ്രേറ്റർ ദാൻ VP. VS ഗ്രേറ്റർ ദാൻ VP. അപ്പോൾ അവിടെ എന്തെങ്കിലും VS ലെസ് ദാൻ VP ആണല്ലോ. ഈ ലാസ്റ്റ് വൺ, എവിടെയാണോ വോൾട്ടേജ് കൂടുന്നത് അവിടെ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ IS ലെസ് ദാൻ IP. ഇപ്പോഴത്തോ IS ഗ്രേറ്റർ ദാൻ IP. ഓക്കെ, സോ ഇതാണ് എന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം,
ട്രാൻസ്ഫോമറിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഇതാ ഈ രീതിയിലാണ്, എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്തായിരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ദാണ്ട് കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ, അതിനുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് ഈ പറയപ്പെട്ടുള്ള ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും കിട്ടി. ഇനി അടുത്ത ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്? രണ്ട് ട്രാൻസ്ഫോമറുകളുണ്ട്. ഒന്നൊക്കെ ഏതാണ് സ്റ്റെപ്പ് അപ്പും മറ്റൊന്ന് ഏതാണ് സ്റ്റെപ്പ് ഡൗണും. ആ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, ഘടനാപരമായുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ദാ ഈ കാണുന്ന 2 പോയിന്റുകൾ, 1ഉം 2ഉം. ഇത് രണ്ടുമാണെന്ത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള ഘടനാപരമായുള്ള സ്ട്രക്ചറൽ ഡിഫറൻസിൽ വരുന്നത്. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് പോവുക, ഇത് പഠിക്കുക, കാര്യങ്ങൾ സെറ്റാക്കുക. ഇനി ട്രാൻസ്ഫോമറിന് ഒരാളും കൂടി നമുക്ക് വരാണ്ട്. ആരായിരിക്കും അത്? ട്രാൻസ്ഫോമർ നമുക്ക് ഒരാളും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ സമവാക്യം. ഓക്കെ, അത് നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിശദമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ.